റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 14-ാം ഭാഗം. ആ സമയത്ത് സൗമ്യ ഗേറ്റിനരികിൽ നിൽപ്പുണ്ടായിരുന്നു. ചേട്ടനല്ലേ ശ്രീറാം? അവൾ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. തലേന്ന് അത്രയും സമയം തനിക്കൊപ്പം ഒന്നിച്ചുണ്ടായിരുന്നവൾ അതുവരെ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കും പോലെ സംസാരിക്കുന്നത് കേട്ട് റാം ഞെട്ടിപ്പോയി. അതെ, എന്താ? അല്ല, എൻ്റെ എന്തോ വീഡിയോ എടുത്ത് ചേട്ടൻ ഇവിടെയൊക്കെ കാണിച്ചു എന്ന് കേട്ടു. കണ്ടവരൊക്കെ എന്നോട് നന്നായി എന്ന് പറയുന്നു. എനിക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടിയില്ല. അതൊന്ന് കാണിച്ചു തരാമോ? അത് കേട്ട് ആനന്ദിയും രേഷ്മയും ഞെട്ടലോടെ റാമിനെ നോക്കി. റാം അപ്പോൾ വായും തുറന്ന് നിൽക്കുകയായിരുന്നു. റാം തന്റെ മൊബൈലിൽ സൗമ്യയെ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ആനന്ദി രേഷ്മയോട് യാത്ര പറഞ്ഞ് കോളേജിനകത്തേക്ക് കയറിപ്പോയി. വീഡിയോ കണ്ടു കഴിഞ്ഞതും അത് അവളുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ റാം ആ വീഡിയോ അയച്ചു കൊടുത്തതും സന്തോഷത്തോടെ അവൾ ഡാൻസ് അക്കാദമിയുടെ കെട്ടിടത്തിലേക്ക് ഓടിപ്പോയി. അവരിരുവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ വെട്രി ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. രേഷ്മ അവന്റെ ഫോണിൽ നോക്കിയപ്പോൾ ചിങ്കു ബേബി എന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഡാ വെട്രി, നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, രേഷ്മ പറഞ്ഞു. അപ്പോഴേക്കും തയ്യാലൻ സാർ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിൽ പലയിടത്തായി സംസാരിച്ചു കൊണ്ടിരുന്നവർ സീറ്റുകളിലേക്ക് വന്നിരുന്നു. സിനിമാറ്റോഗ്രാഫി ക്ലാസ് നടക്കുമ്പോൾ ബുക്കിനിടയിൽ വെച്ച് വെട്രി ചിങ്കാവയുമായി തകർത്ത് ചാറ്റ് ചെയ്യുന്നത് രേഷ്മയും റാമും നോക്കിയിരുന്നു. 3 മണിക്ക് ക്ലാസ് വിട്ടതും വെട്രി പെട്ടെന്ന് പോകാൻ തുടങ്ങി. മച്ച, എന്താ എത്ര ധൃതി? രേഷ്മയ്ക്കും എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് പോകാം, റാം വെട്രിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. മച്ച, ചിങ്കാവി കോഫി കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അവളുടെ ക്ലാസ് 2:30 കഴിഞ്ഞതാ. അരമണിക്കൂറായി അവൾ താഴെ വെയിറ്റ് ചെയ്യുക. നീ ഇന്ന് ട്രെയിനിൽ പോ, നമുക്ക് നാളെ കാണാം, ബൈ. ബാഗ് ഒരു വശത്തെ തോളിലേക്കിട്ട് എല്ലാവർക്കും മുന്നേ വെട്ടി ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയോടി. രേഷ്മയും റാമും അവന്റെ പോക്ക് നോക്കി നിന്നു. അവർ പടികൾ ഇറങ്ങി താഴോട്ടേക്ക് വരുമ്പോൾ എന്തായി എന്ന് ആനന്ദ് ആംഗ്യത്തിൽ രേഷ്മയോട് ചോദിച്ചു. പറഞ്ഞില്ലേ എന്ന് രേഷ്മയും തിരികെ ആംഗ്യം കാണിച്ചു. നാളെ അവനെ പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന ധാരണയിൽ അന്ന് റാമും രേഷ്മയും പിരിഞ്ഞു. റാം നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ആനന്ദ് അവനരികിൽ കൊണ്ടുവന്ന് സ്കൂട്ടർ ചവിട്ടി നിർത്തി. എങ്ങോട്ടാ? ഞാനോ? അതെ, ഗിണ്ടിയിലേക്ക്. ഓക്കെ, കയറിക്കോ, ഞാൻ ഗിണ്ടിയിലിറക്കാം. ആനന്ദ് തനിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുമെന്ന് റാം സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇയാൾ പിന്നിലിരുന്നിട്ട് ഞാൻ ഓടിക്കാനാണോ? റാം വണ്ടിയിൽ എവിടെ കയറണമെന്ന ആശങ്ക നിന്നുകൊണ്ട് ചോദിച്ചു. അതൊന്നും വേണ്ട, പിന്നിലിരുന്നാൽ മതി, അവൾ ആക്സിഡന്റിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. റാം ശ്രദ്ധയോടെ അവളുടെ ശരീരത്തിൽ സ്പർശിക്കാതെ വണ്ടിയുടെ പിന്നിലേക്കിരുന്നു. എന്നിട്ട് അവന്റെ ബാഗൂരി അവർക്കിടയിൽ വട്ടം വെച്ചു. അവൻ കയറിയതും അവൾ വണ്ടി മുന്നോട്ടെടുത്ത് നുങ്കമ്പാക്കത്തെ തിരക്കിനിടയിലൂടെ ഹോൺ തുടരെ മുഴുക്കിക്കൊണ്ട് പാഞ്ഞുപോയി. റാം ആദ്യമായിട്ടായിരുന്നു ലൂണ സ്കൂട്ടറിൽ കയറുന്നത്. ഒരുപാട് പഴക്കമുള്ളതാണെങ്കിലും ആനന്ദ് അത് നല്ലപോലെ സൂക്ഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതുപോലെ തന്നെ എപ്പോഴും അതിന്റെ ഹെഡ്ലൈറ്റിൽ ഒരു പൂമാല പ്രത്യക്ഷമായിരുന്നു. ഇന്നിനി പരിപാടിയൊന്നുമില്ലേ? യാത്രക്കിടെ റാം ചോദിച്ചു. പിന്നില്ലേ, അയ്യപ്പൻ താങ്കളിൽ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, നേരെ അങ്ങോട്ടേക്കാ. അയ്യപ്പൻ താങ്കലോ? ഞാനും അവിടേക്കാ. അവിടെയാണോ റാം താമസിക്കുന്നത്? അതെ. ആഹാ, രക്ഷപ്പെട്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ എത്താമല്ലോ. റാം പിന്നിൽ സീറ്റിലിരുന്നു കൊണ്ട് പുഞ്ചിരിച്ചു. ആനന്ദ് അവന്റെ ചെറിയ മിററിൽ കൂടെ നോക്കി. ഇയാൾ നന്നായി നുണ പറയുമില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഞാനങ്ങനെ നുണ പറയാറില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? നിനക്ക് നുണക്കുഴിയുണ്ട്. അത് കേട്ട് റാം ഉറക്കെ ചിരിച്ചു. ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. അത് നുണക്കുഴിയല്ല, ചെറുപ്പത്തിൽ ഒരു കോഴിയെ ഉമ്മ വെച്ചതാണ്. അതൊരു കൊത്തങ്ങ് തന്നു. എന്ത്? ആനന്ദ് വണ്ടി നിർത്തിയിട്ട് പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടി പറയുമ്പോൾ റാം തന്റെ കോഴിക്കുഴി നല്ല രീതിയിൽ കാണുന്ന തരത്തിൽ ഒന്നുകൂടി ചിരിച്ചു കാട്ടി. ആനന്ദ് അത് കണ്ട് വാ ഒത്തിപ്പിടിച്ച് ചിരിച്ചു. വീണ്ടും വണ്ടി മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ അവൾ മിററിലൂടെ നോക്കുകയും അടക്കി പിടിച്ച് ചിരിക്കുകയും ചെയ്തു. അവളുടെ ചിരി കണ്ട് റാമും മിററിലൂടെ ഇടയ്ക്കിടെ അവളെ ഇടിച്ചു കാട്ടി. അയ്യപ്പൻ താങ്കൾ ബസ് ഡിപ്പോ എത്തുന്നതിന് മുൻപ് ആനന്ദിക്ക് ഒരു ഫോൺ കോൾ വന്നു. അവൾ റോഡരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. ഹലോ ജോൺ, നിങ്ങൾ എത്തിയോ? അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അല്പം മാറി നിന്ന് സംസാരിച്ചു. റാം വണ്ടിയുടെ പിൻവശത്ത് തന്നെ ഇരുന്ന് അവളുടെ സംസാരം ശ്രദ്ധിച്ചു. എന്തൊക്കെയോ കാര്യമായ സംസാരങ്ങളും ഒച്ചയിടലുമൊക്കെ ഫോണിലൂടെ ഉണ്ടായി. കോൾ കട്ടായ ഉടൻ അവൾ വല്ലാത്ത ടെൻഷനിൽ കാണപ്പെട്ടു. ഒടുവിൽ ആരെയൊക്കെ തുടരെ വിളിക്കുകയും നിരാശയോടെ വണ്ടിക്കരികിലേക്ക് തിരികെ വരികയും ചെയ്തു. എന്തുപറ്റി? റാം ചോദിച്ചു. നല്ലൊരു പണി കിട്ടി. എന്റെ വർക്കുകളിൽ സ്ഥിരമായി കാറ്ററിങ്ങിന് വരുന്ന 5 പേരുണ്ട്. അവന്മാർ കഴിഞ്ഞ വർക്കിൽ ഓരോരുത്തർക്കും 300 രൂപ വെച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ 2-3 മണിക്കൂറിന്റെ പരിപാടിക്ക് ഞാൻ 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന അത്രയും കൂടുതൽ കൊടുക്കാൻ ഞാൻ വലിയ വർക്കുകളല്ല പിടിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അത്രയും റേറ്റ് എന്നെ കൊണ്ട് പറ്റില്ലാന്ന്. ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അവന്മാർ വിളിച്ചിട്ട് പറയുക ഇന്ന് വർക്കിന് ഇറങ്ങുന്നില്ലെന്ന്. അവന്മാർക്കറിയാം ഞാൻ കാല് പിടിക്കാൻ ചെല്ലുമെന്ന്. ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട് വേറെ ആളുകളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ? ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി കഷ്ടിച്ച് 1 മണിക്കൂർ കൂടി ഉണ്ടാവും. ഡെക്കറേഷൻകാരൊക്കെ എല്ലാം സെറ്റാക്കി ഓഡിറ്റോറിയത്തിൽ എന്നെയും കാത്തു നിൽക്കുക. ഫുഡും എത്തിക്കഴിഞ്ഞു, ആനന്ദ് ടെൻഷനോടെ പറഞ്ഞു. ഇയാൾ ടെൻഷൻ അടിക്കാതെ. കാറ്ററിംഗ് ടൈമിന് യൂണിഫോം ഉണ്ടോ? ഉണ്ട്, പക്ഷേ അതൊക്കെ അവന്മാരുടെ കയ്യില. എന്താ കാര്യം? അതിട്ടില്ലേ പ്രോബ്ലം ഉണ്ടോ? ഇല്ല. വെയിറ്റ്,
പറ്റിയാൽ രണ്ടുപേരെ ഞാൻ ഒപ്പിക്കാം. റാം പെട്ടെന്ന് ഫോൺ എടുത്ത് ബിനിഷേട്ടൻ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ബിനിഷേട്ടാ, ഫ്രീ അല്ലേ? പെട്ടെന്ന് റെഡിയായിക്കോ. 3/4 മണിക്കൂറിനകം കിരണിനെയും കൂട്ടി ഞാൻ പറയുന്നിടത്തെത്തണം. ഒരു ഫംഗ്ഷനാണ്. ലൊക്കേഷൻ ഞാൻ വാട്സപ്പിൽ അയക്കാം. താമസിക്കല്ലേ? അത്രയും പറഞ്ഞ ശേഷം ബിനിഷേട്ടൻ തിരിച്ചെന്തെങ്കിലും ചോദിക്കും മുൻപേ റാം കോൾ കട്ടാക്കി. ആനന്ദി അത്ഭുതത്തോടെ റാമിനെ നോക്കി. ഞാൻ ഉൾപ്പെടെ 3 പേരുണ്ട്. നീ കൂടെ വിളമ്പാൻ കയറില്ലേ? പിന്നില്ലേ? എങ്കിൽ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വണ്ടി വിട്ടോ. അവരെത്തുമ്പോഴേക്കും നമുക്ക് എല്ലാം സെറ്റാക്കി വയ്ക്കാം. അത് കേട്ടതും ആനന്ദി ആവേശത്തോടെ വണ്ടിയിലേക്ക് കയറി. ഓയിൽ മിൽ റോഡിലൂടെ പോകുമ്പോൾ റാം അവൾക്ക് തന്റെ ഫ്ളാറ്റ് കാട്ടിക്കൊടുത്തു. ആ സമയത്ത് ബിനീഷേട്ടൻ ബാൽക്കണിയിലെ അയയിൽ കിടക്കുന്ന ജീൻസും എടുത്തുകൊണ്ട് അകത്തേക്ക് വേഗത്തിൽ പോകുന്നത് റാം കണ്ടു. തന്നെ കാണാതിരിക്കുവാനായി അവൻ വേഗം മുഖം തിരിഞ്ഞു കളഞ്ഞു. ആനന്ദിയും റാമും കൂടി ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ മുന്നിലേക്ക് എത്തിയതും അവിടെയായി ഡെക്കറേഷൻ വന്നവരും ഫുഡും കൊണ്ടുവന്നവരും ആനന്ദിയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അധികം വലിപ്പമില്ലാത്ത ബർത്ത്ഡേ പോലുള്ള ചെറിയ പരിപാടികൾ നടത്താൻ പറ്റിയ ഒരു ചെറിയ ഓഡിറ്റോറിയമായിരുന്നു അത്. അതിഥികൾ എത്തി തുടങ്ങിയിരുന്നു. ആനന്ദി വണ്ടി ഒതുക്കി ഡെക്കറേഷൻകാർക്ക് പണം കൊടുത്ത് പറഞ്ഞു വിട്ടു. റാം, ആ വെൽക്കം ഡ്രിങ്ക്സ് ഒന്ന് ഗ്ലാസ്സിലാക്കി വയ്ക്കാമോ? ഗസ്റ്റൊക്കെ നേരത്തെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുഡിന്റെ വണ്ടി ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വേഗം വരാം. അത് കേട്ടതും റാം വേഗത്തിൽ ഹാളിലേക്ക് കയറുന്നിടത്ത് സെറ്റ് ചെയ്തിരുന്ന വെൽക്കം ഡ്രിങ്ക് ടേബിളിനരിയിലേക്ക് ചെന്ന് ഗ്ലാസുകൾ നിരത്തി വെച്ച് ഒരു വലിയ പാത്രത്തിൽ വെച്ചിരുന്ന ഐസിട്ട മാംഗോ ജ്യൂസ് ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു തുടങ്ങി. എന്താടോ ഇത്? നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണോ വരുന്നത്? 10ഓളം ആളുകൾ വന്നു കഴിഞ്ഞു. ജ്യൂസ് വേഗം ഇരിക്കുന്നവർക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്ക്. ആ കുടുംബത്തിലെ പ്രായമായ ഒരമ്മ അവൻ റാമിനെ ചീത്ത പറഞ്ഞിട്ട് പോയി. റാം വേഗത്തിൽ ഗ്ലാസുകൾ നിറച്ച് അകത്ത് കസേരകളിൽ ഇരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴേക്കും ആനന്ദിയും വന്നെത്തി. ഷോൾ അരിയിലേക്ക് കെട്ടിവെച്ച് അവളും ഗ്ലാസുകളിൽ ജ്യൂസ് നിറച്ചു. 140 ഗ്ലാസുകൾ കൂടി നിറച്ചു വെച്ച ശേഷം ഇരുവരും ഹാളിനുള്ളിൽ ഭക്ഷണം സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ബിരിയാണി ചെമ്പിൽ നിന്ന് വിളമ്പുന്ന പാത്രങ്ങളിലേക്ക് ആക്കിയാൽ മാത്രം മതിയായിരുന്നു. ബോഫെ ആയത് നന്നായി. ഇല്ലേ ലോഡ് നടന്ന് വിളമ്പി നടുവൊടിഞ്ഞേനെ, റാം പറഞ്ഞു. അത് കേട്ട് ആനന്ദ് ചിരിച്ചു. അപ്പോഴേക്കും ഫംഗ്ഷന് വിളിച്ചിരുന്നവർ എത്തിത്തുടങ്ങിയിരുന്നു. യവനികി എന്നും യാഷികി എന്നും പേരുള്ള ഇരട്ട പെൺകുട്ടികളുടെ 1ാം പിറന്നാളായിരുന്നു അവിടെ. ഹാളിനുള്ളിലെ സ്റ്റേജിൽ കേക്ക് മുറി നടക്കുമ്പോൾ ആനന്ദിയും റാമും എല്ലാം സെറ്റാക്കി വെച്ച് ഹാളിന്റെ പടിവാതിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവർ വരുമല്ലോ അല്ലേ? അത്രയും സമയം നല്ല രീതിയിൽ നിന്നിരുന്ന ആനന്ദിയുടെ മുഖത്ത് വീണ്ടും ടെൻഷൻ വന്നു നിറഞ്ഞു. ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. വിളിച്ചപ്പോൾ അടുത്തെത്തിയെന്നാ പറഞ്ഞേ. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അവരുടെ മുഖത്ത് ടെൻഷൻ കണ്ട് റാമിനും പരിഭ്രമമായി. അപ്പോഴേക്കും കേക്ക് മുറി കഴിഞ്ഞ് ആളുകൾ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് എഴുന്നേറ്റ് വന്നു തുടങ്ങിയിരുന്നു. റാമിന്റെയും ആനന്ദിയുടെയും നെഞ്ചിടിപ്പ് പരമാവധി വർദ്ധിച്ചു. റാമിന് കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോയതുപോലെ തോന്നി. അന്നേരം കിരണും ബിനീഷും അല്പം പരങ്ങലോടെയാണ് ഹാളിന്റെ പടി കടന്നു വന്നത്. റാം നോക്കുമ്പോൾ ഇരുവരും ഷർട്ടൊക്കെ ഇൻ ചെയ്ത് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെ കണ്ടതും അവൻ ഉറക്കെ അവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൈവീശി കാട്ടി. ആനന്ദി ഒരു നിമിഷം ദീർഘനിശ്വാസം മുതിർത്തു. കിരണും ബിനീഷും ശങ്കിച്ച രീതിയിൽ അവിടേക്ക് നടന്നു വന്നതും റാം അവരെ ഇരുവരെയും ഓരോ ടേബിളിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി പാത്രങ്ങൾ കാണിച്ചിട്ട് ഓരോ തവി എടുത്തു കൊടുത്തു. ഫ്ളാറ്റിൽ വന്നിട്ട് എന്നെ കുണിച്ചു നിർത്തി ഇടിച്ചോ? തൽക്കാലം ബിരിയാണി വിളമ്പി സഹായിക്കണം പ്ലീസ്. അവൻ പറയുന്നത് കേട്ട് ബിനീഷും കിരണും പരസ്പരം നോക്കി വാവിളിച്ചു. ആനന്ദിയും കണ്ണു ചുരുക്കി അപേക്ഷിക്കും പോലെ അവർ ഇരുവരെയും നോക്കി. ബിനീഷ് റാമിനെ പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിച്ച് കാട്ടിയിട്ട് അവന്റെ കയ്യിൽ നിന്നും തവിയും പിടിച്ചു വാങ്ങി ബിരിയാണി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിനരികിലേക്ക് നടന്നുപോയി. ഞാനും പോണോ എന്ന രീതിയിൽ കിരൺ റാമിനെ നോക്കി. കിരൺ അവനെ വേണമെന്ന രീതിയിൽ തലകുലുക്കി കാട്ടി. 150 പേരുടെ പരിപാടിയായിരുന്നു അത്. ആളുകൾ ഭക്ഷണം കഴിക്കുവാനായി തിക്കും തിരക്കും കൂട്ടി. ബിനീഷും കിരണും റാമും യന്ത്രങ്ങളെ പോലെ നിർത്താതെ വിളമ്പിക്കൊണ്ടിരുന്നു. ആനന്ദി അവരുടെ പാത്രങ്ങൾ കാലിയാകും തോറും ബിരിയാണി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. കുടുംബത്തിലെ അമ്മാവൻ ഇടയ്ക്കിടെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി ബിനീഷിനെയും കിരണിനെയും ആളുകൾ കേൾക്കെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചു. ഓരോ ചീത്ത കിട്ടുമ്പോഴും അവരിരുവരും റാമിനെ നോക്കി മുഷ്ടി ചുരുട്ടിക്കാട്ടി. ഒടുവിൽ അവസാനത്തെയാളും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ 4 പേരും ഹാളിന്റെ നിലത്ത് തളർന്നിരുന്നു. ആനന്ദിക്ക് വഴക്കാളിയായ ആ അമ്മാവൻ ഒരു കവർ കൊണ്ടുവന്നു കൊടുത്തു. അത് തുറന്ന് അതിലുള്ള പണം എണ്ണി നോക്കിയ ശേഷം അതിൽ നിന്നും 1000 രൂപ വീതം അവർ 3 പേർക്കും കൊണ്ടുവന്നു കൊടുത്തു. ഇത് കൊള്ളാമല്ല പരിപാടി. പൈസ കിട്ടിയതും കിരൺ സന്തോഷത്തോടെ പറഞ്ഞു. പണിയെടുത്താൽ ഇതുപോലെ പൈസയൊക്കെ കിട്ടുമടാ. അതെങ്ങനാ? അച്ഛനെയും അമ്മേനെയും പഠിച്ച് ജീവിക്കാനല്ലേ നിനക്കറിയോ? ഇന്നാ കൊച്ചേ, എനിക്ക് നിന്റെ പൈസയൊന്നും വേണ്ട. ഇത് വാങ്ങിയാൽ ഫ്ളാറ്റിൽ ചെന്നിട്ട് ഒരാൾക്കിട്ട് കൊണിച്ചു നിർത്തി കൊടുക്കാനുള്ള ഇടിയുടെ പവർ കുറയും. ബിനീഷ് അവൾ കൊടുത്ത പൈസ തിരികെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും റാം ഒന്ന് പരിങ്ങി. ചേട്ടാ, റിയലി സോറി. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ റാം എന്നെ സഹായിച്ചതാ. ഈ പൈസ വാങ്ങണം പ്ലീസ്. ഇല്ലെങ്കിൽ എനിക്ക് വിഷമമാകും. അവൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ബിനീഷ് പൈസ തന്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. ഞാനും പണ്ട് ചെന്നൈയിൽ ജോലി തെണ്ടി നടന്ന സമയത്ത് ഒരുപാട് കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുള്ളതാ. നിങ്ങളുടെ നിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. പണിപാളി നിൽക്കുകയാണെന്ന്. എന്തായാലും കൊച്ചി ഇവിടെ വരെ വന്നതല്ലേ, ഇനി ഞങ്ങളുടെ ഫ്ളാറ്റിൽ കയറിയിട്ട് പോയാൽ മതി. ഇവൻ നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതിയതാ, ബിനീഷ് പറഞ്ഞു. റാം എന്നെപ്പറ്റി നിങ്ങളോട് പറഞ്ഞോ? എന്ത്?
പെൺപുലിയാണെന്ന് കിരൺ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ആനന്ദി റാമിനെ ഒന്ന് പാളി നോക്കി. റാം അവളെ കോഴിക്കുഴി കാട്ടി ഇളിച്ചു കാട്ടി.